കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഡോക്ടർമാരുടെ സമരം അത് പുരോഗമിക്കുകയാണ്. IMA രാജ്യവ്യാപകമായിട്ടാണ് ആഹ്വാനം ചെയ്തത്. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജ് അധ്യാപകരും അതിൽ പങ്കെടുക്കുന്നു. OP ഉൾപ്പെടെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വി വിനോദ് തുടരുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്ന്. വിനോദ്, ഡോക്ടർമാർ ഉന്നയിക്കുന്ന പോലെ ഒരുപാട് ആവശ്യങ്ങൾ അവർ പറയുന്നു. പ്രത്യേകിച്ചും ഒരു എയർപോർട്ടിന് സമാനമായിട്ടുള്ള സുരക്ഷ ആശുപത്രിയിൽ ഒരുക്കണം എന്നുള്ളതൊക്കെയാണ് ആവശ്യം. അപ്പോൾ ഈ പ്രതിഷേധം അത് സൂചന എന്നുള്ളത് ആണോ ഈ 24 മണിക്കൂർ പ്രതിഷേധം? ഇതിൽ അവരുടെയും ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരികയും എല്ലാവരും ഒത്തുചേർന്ന് കഴിഞ്ഞ ദിവസമാണ് എന്തോ PG ഡോക്ടർമാർ തന്നെ സമരരംഗത്തേക്ക് എത്തിയത്. ആ സമരത്തിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. അതിശക്തമായ സമരം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം വിവിധ സംഘടനകൾ, ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനകളായ KGMOയും അതോടൊപ്പം തന്നെ IMAയും അടക്കമുള്ള സംഘടനാ നേതൃത്വം, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, അതിലെ സീനിയറായ ഡോക്ടർമാർ, അവരെല്ലാം തന്നെ ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒത്തുകൂടിയിട്ടുണ്ട്. ഡോക്ടർമാരെല്ലാം തന്നെ പ്രധാനമായും പറയുന്നത് സെക്യൂരിറ്റി ഇല്ലെങ്കിൽ, സുരക്ഷ ഇല്ലെങ്കിൽ ഡ്യൂട്ടിയില്ല, അതായത് ജോലി ചെയ്യില്ല. ജീവന്, ഡോക്ടർമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും ജീവന് സംരക്ഷണം നൽകുക, അവർക്ക് തൊഴിൽ ചെയ്യാൻ, അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ആശുപത്രികളിൽ ഉണ്ടാകുക എന്നത് തന്നെയാണ് പ്രധാനമായും ഈ സമരത്തിൽ ഉന്നയിക്കുന്ന അവരുടെ ആവശ്യം. അതിന് പല കാര്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നു. 2019 തന്നെ ഡോക്ടർമാരുടെ ആശുപത്രികളുടെ സംരക്ഷണം മുൻനിർത്തിയുള്ള ചർച്ച, അതിന് നിയമം കൊണ്ടുവരുന്നതിന് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് നടപടികൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിപ്പോഴും പൂർണ്ണമായും നിയമമായി മാറിയിട്ടില്ല. എന്തുകൊണ്ട് ഇത്തരം ഒരു കാലതാമസം എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. ഇന്ന് കൂടുതൽ സംഘടനകൾ, അതായത് കഴിഞ്ഞ ദിവസം തന്നെ ശ്രീചിത്രയിലെയും RCCയിലെയും ദന്തൽ കോളേജിലെയും ഡോക്ടർമാർ ഈ സമരത്തിന്റെ ഭാഗമായിരുന്നു. ഇന്ന് കൂടുതൽ ഡോക്ടർമാർ ഈ സമരത്തിന്റെ ഭാഗമാകുന്നു. നൂറുകണക്കിന് ഡോക്ടർമാർ ഇവിടെ തടിച്ചുകൂടി ഈ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. രാജ്യമെമ്പാടും ഈ പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. വന്ദനാദാസിന്റെ ഒരു ഓർമ്മ, അത് ഇവിടെ പലരും നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ പങ്കുവച്ചതാണ്. ഒരുപക്ഷെ ആ ഒരു വേദന, അതിന്റെ ഏറ്റവും നൊമ്പരപ്പെടുത്തലുകളായി അതിന്റെ ഓർമ്മകൾ പേറുന്ന ഡോക്ടർമാർ, ആ സമൂഹത്തിന് മേലാണ് ഇത്തരം ഒരു നീചമായ കൃത്യത്തിലൂടെ ഒരു ഡോക്ടറെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും അതിനുശേഷം കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യം. ഡോക്ടർ ശക്തമായ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മൾ എന്താണ് പ്രധാനമായും ഇപ്പോൾ ഉന്നയിക്കുന്നത്? പ്രധാനമായി ഉന്നയിക്കുന്നത് കൽക്കട്ടയിലെ ഈ ക്രൂരമായി ബലാത്കാരം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ട കുട്ടിക്കും അവരുടെ മാതാപിതാക്കൾക്കും നീതി ലഭിക്കണം എന്നാണ്. അത് അവരെ മീൻസ് ഈ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം. മാത്രമല്ല, ഇത്തരം അവസ്ഥ രാജ്യത്തുണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു ശക്തമായിട്ടുള്ള ദേശീയ സുരക്ഷാ നിയമം ഉണ്ടാകണം. അതിന്റെ കരട് 2020 പ്രസിദ്ധീകരിച്ചതാണ്. പക്ഷെ അത് പിന്നെ പുറകോട്ട് പോയി. അപ്പൊ അത് ശക്തമായി കൊണ്ടുവരണം. അതിന് ഉപരിയായി പിന്നെ റെസിഡന്റ് ഡോക്ടർമാർക്കുള്ള ശരിയായ തൊഴിൽ സാഹചര്യവും വിശ്രമ സൌകര്യങ്ങളും എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഉണ്ടാക്കുകയും അത് NMC റെക്കഗ്നിഷന്റെ ഭാഗമാക്കുകയും വേണം. അങ്ങനെ ദേശവ്യാപകമായി എല്ലാ സംസ്ഥാനങ്ങളിലും അതിശക്തമായ പ്രക്ഷോഭമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നിലയ്ക്കുള്ള ഒരു സമര പരിപാടി കഴിഞ്ഞ ദിവസം PG ഡോക്ടർമാരും സീനിയർ റെസിഡന്റ് ഡോക്ടർമാരുമാണ് സമരരംഗത്തേക്ക് ആദ്യം എത്തുന്നതെങ്കിൽ, അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തേക്ക് വരുന്നതെങ്കിലും ഇപ്പോൾ സീനിയർ ഡോക്ടർമാർ, ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനകൾ, അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി രംഗത്ത് വരുന്നു. അവർ സുരക്ഷിതത്വമില്ലെങ്കിൽ ജോലി ചെയ്യില്ല എന്ന ഒരു കാര്യം തന്നെയാണ് കൃത്യമായി പറയുന്നത്. ആ നിലയ്ക്ക് ഈ സമരം ഇപ്പോൾ തുടർന്നു പോവുകയുമാണ്. വിനോദിലേക്ക് മടങ്ങിയെത്താം. വിനോദാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിൽ ചേർന്നത്. അവിടെ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. മുഴുവൻ ഡോക്ടർമാരും സീനിയേഴ്സ് ഉൾപ്പെടെ അവിടെ പ്രതിഷേധത്തിൽ മുൻനിരയിൽ തന്നെയുണ്ട് എന്നുള്ളതാണ്. കൊച്ചിയിൽ നിന്ന്